അന്യഭാഷയ്ക്കും മറുഭാഷയ്ക്കും ആംഗ്യഭാഷയില്ല. ചെവി കേൾക്കാത്തവനോട് പണ്ട് യേശുവിനൊരു താല്പര്യമില്ല എന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ തീർച്ചയായും അറിയണം. അറിഞ്ഞേ പറ്റൂ. അറിയാൻ വലിയ ചിന്തയൊന്നും വേണ്ട, കുറച്ച് കോമൺ സെൻസ് അത് മാത്രം മതി ഇത് മനസ്സിലാക്കാൻ. ഈ ബെന്തിക്കോസ്റ്റ് പാസ്റ്റർമാരുടെ പ്രെയർ മീറ്റിങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും വരാത്ത ഒരു വിഭാഗമാണ് ബധിരരായ ആളുകൾ. ചെവിക്ക് കേൾവിയില്ലാത്തവർക്ക് അസുഖങ്ങൾ വരാറില്ലാത്തതാണോ? ചെവിക്ക് കേൾവിയില്ലാത്തവരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ പറ്റാത്തതാണോ പ്രശ്നം? നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഏതെങ്കിലും ഒരു പ്രെയറിൽ ചെവി കേൾക്കാത്ത ഒരാളെ എന്തെങ്കിലും രോഗം സൗഖ്യപ്പെടുത്തിയതായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെവിയുടെ കേൾവി പ്രാർത്ഥിച്ച് കേൾവി ശക്തി തിരിച്ചു കൊണ്ടുവന്നതായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ സാധ്യതയില്ല. കാരണം കേൾവിയില്ലാത്തവരെ പിടിച്ചുകൊണ്ട് വന്നാൽ നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ പ്രെയറിൽ. നമുക്ക് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ഒന്ന് കാണാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാഴ്ച കണ്ടു. ഈ അമ്മയുടെ സ്റ്റമക്കിൽ ഉദരത്തിനകത്ത് യേശു കർത്താവിന്റെ കരം വരുന്ന ഒരു കാഴ്ച. എന്തായിരുന്നു? ക്യാൻസർ. എത്ര പേർ കേട്ടു? 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 അവർക്ക് രാത്രി ഫലമടിച്ച വിമർശിക്കുന്നവർക്ക് ഇത് വെറുതെയാ, പക്ഷെ വിശ്വസിക്കുന്നവന് ഇത് ദൈവശക്തിയാ. ഫലമടിച്ച് മാത്രമല്ല, ഇത് രാത്രി ദൈവത്തെ സ്തുതിക്കാം. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി അടിച്ച കരങ്ങൾ അടിച്ച് വായിക്കുന്നു. രണ്ട് കരകൾ അടിച്ചത് കരങ്ങൾ അടിച്ച് കർത്താവിന്റെ നാമം കൈയടിച്ച് നന്ദി പറഞ്ഞില്ലെങ്കിൽ യേശു പിണങ്ങും. കൈകൾ ഉയർത്തി വായ്കൾ തുറക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണോ? അങ്ങനെയാണെങ്കിൽ അതെന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഈ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ പറയത്തില്ലേ, വാ പൊളിച്ചേ, നാക്ക് നീക്കിട്ടേക്ക് എന്നിട്ട് ഓർത്തിരിച്ച് നോക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ കർത്താവ് രോഗം ചികിത്സിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ എക്സസൈസ് കൈകൾ അടിച്ച് അലറിക്ക് കൂവിക്കുക എന്നൊക്കെ പറയും. പിന്നെ ഈ പറയുന്ന അന്യഭാഷ ഈ കൊട്ടും പാട്ടും ബഹളവും കയ്യടിയും ഇതൊന്നും ചെവി കേൾക്കാത്ത ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ പരിപാടി അവിടെ വർക്കൗട്ട് ആവില്ല. അല്ലെങ്കിൽ പിന്നെ ഇനി പാസ്റ്ററൊക്കെ ആംഗ്യഭാഷ പഠിക്കേണ്ടി വരും. പിന്നെ ഇവിടെ TV പ്രോഗ്രാമുകളിൽ ഈ ആംഗ്യഭാഷ, അതായത് യേശു നിങ്ങളെ തൊട്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ച് പ്രോഗ്രാമുകൾ ഒരു സൈഡിൽ ഒരാൾ നിന്ന് ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമാണ്. ചെവി കേൾക്കാത്തവർക്ക് ദൈവത്തെ അറിയാത്തവരല്ല, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കേൾക്കാനും അതിൻ്റെ ആ ഒരു കാരുണ്യവും ഹീലിംഗും ഒക്കെ ലഭിക്കാൻ അവർക്കും ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് ഇനിയുള്ള പരിപാടികളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എഫക്റ്റ് ഉണ്ടാവില്ല എങ്കിൽ പോലും വെറുതെ അവരിവിടെ കണ്ടോട്ടെ. നമ്മൾ ദൂരദർശനിൽ മാത്രമേ പണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക്. കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ പാസ്റ്ററിന്റെ സീനിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഉറപ്പൊന്നുമില്ല. കർത്താവ് വെളിപ്പെടുത്തുന്നെങ്കിൽ, ലീഡേഴ്സ്, ശുശ്രൂഷകന്മാർ, ദൈവം ഇടപെടുന്നെങ്കിൽ കരമുയർത്തിയാൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എത്തുന്നതായിരിക്കും. കിട്ടും. ഇവിടെ നിങ്ങൾ റെഡിയായിരിക്കും. കർത്താവ് ഇതിനകത്ത് സംസാരിക്കാൻ റെഡിയായിട്ട് ഈ അനോയിന്റിങ് ഇത് കൊമ്പ് മുതൽ വേര് മുതൽ കൊമ്പ് വരെ വരുന്നുണ്ട്. അതിനകത്ത് പെൺകുഞ്ഞുങ്ങൾ നിങ്ങൾ റെഡിയാകുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ റെഡിയാകുക. ഇത് ഈ സ്ഥലം ഒരു വൺ മാൻ ഷോയുടെ സ്ഥലമല്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. വിശ്വസിക്കുന്ന ആർക്ക് വേണേലും എല്ലാരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഇതിനകത്ത് മഞ്ഞ് പെയ്യുന്ന മാത്രമല്ല, ശ്രീത് ഭാഷ പഠിക്കുമ്പോൾ എന്നോട് പറയായിരുന്നു, ഇതിനകത്തൊരു സിംഹം നടക്കുന്ന ഞാൻ കാണുന്നു. ശ്രീത് ഭാഷ അത് പറഞ്ഞോണ്ടേ, ടിജോ ഭാഷ ഇവിടുന്ന് ഒരു വചനം പറഞ്ഞോണ്ടേ, പെട്ടെന്ന് എവിടെ നിന്നറിയ ഒരു സിംഹം ഭയങ്കര സ്പീഡിൽ ഇതിനകത്തോട്ട് ഓടുന്നത് ഞാൻ കണ്ടു. ഈ സിംഹം ഒരു വീട്ടിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് ഭയങ്കര ശബ്ദത്തിൽ ഗർജിക്കുന്നു. ആ വീടിനെ നോക്കി ചുറ്റും നിന്ന ആൾക്കാര് ഓടിപ്പോകുന്നു. പെട്ടെന്ന് മഞ്ഞ് പെയ്യുന്നു അതിനകത്തോട്ട്. ഇവിടുന്ന് ഒരു വചനം പറയുമ്പോൾ ഒരു സിംഹം, അസാധാരണ വലിപ്പമുള്ള ഒരു സിംഹം വളരെ പെട്ടെന്ന് ഒരു ഉന്നം ലക്ഷ്യം വെച്ച് ഓടുന്നു.
ആ വീടിന്റെ അകത്തൊരാൾ ഇരിപ്പുണ്ട്. ആടെ പേര് അനിത, കടഭാരവുമായിരിക്കുന്ന അനിത. അവരുടെ വീടിന് നേരെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത്. ഈ ഗർജനത്തിൽ ഓടി ആൾക്കാർ പോകുന്നു, മഞ്ഞ് വീഴുന്നു. 2, മഹേഷ്. ഈ മഹേഷ് എന്ന പേരിനകത്ത് മഞ്ഞ് വീഴുന്നു. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ ഗർജനത്തിൽ ഈ ഡ്രമ്മടി, പാട്ട്, കൂത്ത്, അന്യഭാഷ, മറുഭാഷ, ഈ വക കാര്യങ്ങൾ ബദരന്മാരുടെ അടുത്ത് ചിലവാകാത്തത് കൊണ്ടാണ് ഈ ചെവി കേൾക്കാത്തവരെ അവർ തീരെ എന്റർടൈൻ ചെയ്യാത്തത്. അന്യഭാഷയ്ക്കും മറുഭാഷയ്ക്കും ആംഗ്യഭാഷ ഇല്ലടേ, എന്ത് പറഞ്ഞ് കാണിക്കും? ഇങ്ങനെ കാണിച്ചാൽ അന്യഭാഷയാണെന്ന് മനസ്സിലാക്കി എടുക്കായിരിക്കും. ചെവി കേൾക്കാത്തവരുടെ അന്യഭാഷയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ല എന്ത് കാണിക്കാനാണ്? ബാക്കി എല്ലാത്തിനും ഇതിനൊരു എന്താ പറയുക, ആംഗ്യഭാഷ ഉണ്ട്. അതിപ്പോൾ അവർക്ക് ചെവി കേൾക്കാത്തവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞാലും ഇതുപോലെ ടി വി കണ്ടിട്ടില്ല, ന്യൂസൊക്കെ വായിക്കുന്നിടത്ത് സൈഡിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിക്കും അവർ, എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഈ പറഞ്ഞ തുള്ളിക്കൽ അല്ലെങ്കിൽ ഈ ചാടിത്തുള്ളി വരൽ എന്നൊക്കെ പറയുമ്പോൾ ഇവരും ഇങ്ങനെ വെച്ചുമ്പോഴും പറയാനൊന്നും അവർക്ക് പറ്റില്ല. അതുമല്ല, ഇവർക്ക് സാക്ഷ്യം പറയാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും. ഏതാ കർത്താവ് വരുന്നോ അങ്ങനെ വിളിച്ച് ചോദിക്കത്തില്ലേ, വിശ്വസിച്ചോ, അങ്ങനെ എന്ത് പറയും? അതുകൊണ്ട് മാത്രമാണ് ഇതുവരെ അവരെടുത്തിട്ടില്ല. പക്ഷേ സാവധാനം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പിന്നീടുള്ള ഏതെങ്കിലും ഒരു പാസ്റ്റർ വെറൈറ്റി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അവർ ചിലപ്പോൾ എടുത്തുകൊണ്ട് വന്നു വരാം, എന്നിട്ട് ചെവിക്ക് കേൾവി കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു പരിപാടി നടത്തിയിരിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് വെച്ചാൽ ചെവി കേൾക്കാത്തവർക്ക് ഈ പറഞ്ഞ പോലെ നടുവേനയും തലവേനയും വലിയ പോടും അല്ലെങ്കിൽ മുടി നരക്കലും ഒന്നും ഇല്ലേ? ഇവരെന്താ അവിടോട്ട് വരാത്തെ? അത് തന്നെ മനസ്സിലായല്ലോ. പോയി ബന്ധുക്കോസാരം കള്ളപ്പാസ്റ്ററെ, നീ പോയി ചാവടാ, നിനക്ക് മരിക്കരുത്. നീ കൂടായ്പും തരികളെയും കൊണ്ടങ്ങ് നടന്നോളും. ഈ പൊട്ടം കളിപ്പിക്കുന്നത് പൊട്ടന്മാരെ അങ്ങ് പറ്റിച്ചങ്ങ് ജീവിക്കുക, ഒരു നാണമില്ലാതെ. ഇതിന് ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാണോ? എല്ലാ ഭാഷയിലും പോയി പ്രസംഗിക്കും, ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട്. പക്ഷെ എന്താടാ നാറി, പൊട്ട പട്ടി, നിനക്ക് ചെവിയാക്കാത്ത ഒരാൾക്ക് വേണ്ടി നീ ഒരു സർവീസ് ചെയ്യാത്ത? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്ക് അവർ ഒരു രോഗം മാറ്റാൻ പറ്റാത്ത? തരികടെ ഉള്ള പല നാറി ഊളെ ഊച്ചാളി. ഊച്ചാളി നിനക്ക് പറ്റുവാടാ? മാസ്റ്ററെ ഊച്ചാളി നിന്നോടാ? നീ ഇന്നേ വരെ ചെയ്തിട്ടുണ്ടോ? നിനക്ക് പറ്റൂടെ ചെയ്യാൻ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് പോടാ കള്ളൻ.